കൂട്ടുകാരെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചിലരെ കാണുമ്പോൾ അവരുടെ അടുത്ത് നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ മുടി, നിങ്ങളെത്ര മനോഹരിയാണ് അല്ലെങ്കിൽ മനോഹരനാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ നേരിട്ട് കാണുമ്പോൾ ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമല്ലോ ചിലർക്കെങ്കിലും. തീർച്ചയായിട്ടും ഞാൻ ഈ വീട് മുഴുവനായി കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ ഒന്നും വരാതെ, ഒന്നും വർണ്ണിക്കാൻ കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്കിലും നിങ്ങൾ ഈ വീട് മുഴുവനായിട്ടൊന്ന് കാണണം. ഇത് ഒരു കച്ചവടത്തിനായിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ അല്ല. അത്രമേൽ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒരു പക്ഷേ ഇതിനേക്കാൾ മികച്ച വീട് കണ്ടുണ്ടായിരിക്കാം. എങ്കിലും ഇതൊന്ന് കണ്ടു നോക്ക്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട്. നമ്മൾ ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ ചുറ്റുപാടുള്ള ഔഷധച്ചെടികളും പൂക്കളും കിളികളുടെയൊക്കെ ഒരു ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പൂക്കളുടെ ഗന്ധവും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ്. നമ്മുടെ മനസ്സാകെ ഒന്ന് കൂളാവും. പിന്നെ വീടിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോഴോ കോട്ടയാടും ഡൈനിങ് ഏരിയയും ബാൽക്കണിയും എല്ലാം വേറൊരു മൂഡിലേക്ക് നമ്മളെത്തും. എത്ര സ്ട്രെസ് എടുത്തിട്ട് വന്നാലും, എത്ര ഇത്തിരി ടെൻസ്ഡായിട്ട് വന്നാലും ഈ വീടിനകത്തേക്ക് വന്ന് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ആ ഒരു ഭംഗി ആസ്വദിച്ച് തുടങ്ങിയാൽ നമ്മൾ മൊത്തത്തിൽ വേറൊരു മൂഡിലേക്ക് പോകും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീടും പരിസരവും. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കോട്ടയാട് വീടിൻ്റെ ഏത് ഭാഗത്തു നിന്നാലും നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, അവിടുത്തെ അടുക്കളയാണെങ്കിലും ബെഡ്റൂമുകളും എല്ലാം അലങ്കരിച്ചിരിക്കുന്ന ഒരു ഭംഗിയുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഈ കോട്ടയാടിലേക്കൊന്ന് കിടക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഡോർ ലോക്കഡാണ്. നോക്കുമ്പോൾ പൂമ്പാറ്റകളും ഒന്നൊക്കെ നിറഞ്ഞ് എന്ത് രസമാണെന്നറിയുക കാണാനായിട്ട്. ഇനി ബെഡ്റൂംസ് എന്ന് പറഞ്ഞാൽ താഴെ 2ഉം മുകളിൽ 1ആയിട്ടാണ്. 3 ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യം തോന്നിയത്, ആന കുത്തിയാൽ പൊട്ടാത്ത ഗ്ലാസ് ഡോറാന്ന് പറഞ്ഞാലും നമുക്കൊരു നല്ല സ്ട്രോങ്ങിലുള്ള ഒരു ഗ്രില്ലോ അല്ലെങ്കിൽ ഒരു ജനല ടൈപ്പ് നമുക്ക് ചെയ്യണത് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇത്തിരി നന്നായിരിക്കും തോന്നി. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ കേരളത്തിൽ ഏറ്റവും യോജിച്ച തരത്തിലുള്ള നല്ലൊരു വീട്. ഈ ബാൽക്കണിയിലൊക്കെ ചെന്നപ്പോൾ അവിടെ ആരുമില്ലെങ്കിൽ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ആ ചെറിയ ചാറ്റൽ മഴയൊക്കെ കണ്ട് ദാസേട്ടനും ചിത്ര ചേച്ചിയൊക്കെ പാടിയ ഈ കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, പാടാനറിയില്ലെങ്കിലും അങ്ങനെ പാട്ടൊക്കെ പാടിക്കിടന്നങ്ങോട്ട് ഉറങ്ങുക. എത്ര മനോഹരമായിട്ടുള്ള ഒരു വീടാന്ന് തോന്നിപ്പോവും നമ്മളവിടെ ചെല്ലുമ്പോൾ. അത്രമേൽ നമ്മളുടെ മനസ്സിനെ വേറൊരു ഫീലിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ ഒരു വീടിന് കഴിയും. തീർച്ചയായിട്ടും പലരും പറയാറുണ്ട് സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ, അപ്പോൾ അവർക്കൊക്കെ ഒരു ഇതുപോലൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് താമസിക്കാനാണെങ്കിലും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു വീടും പരിസരമാണ്. ഈ വീടിൻ്റെ ഓണർ തീർച്ചയായിട്ടും ഈ ഒരു പ്രോപ്പർട്ടി അദ്ദേഹത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ആസ് യൂഷ്വൽ താമസിക്കാൻ ആളില്ലാത്ത കാരണം കൊണ്ട് ഇതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റ് വന്നാൽ കൊടുക്കാം എന്നൊരു ധാരണയിൽ നിൽക്കുകയാണ്. ടോട്ടൽ 10 സെൻറ്റും 2700 സ്ക്വയർ ഫീറ്റ് വീടായിട്ടും, ഇനി അതല്ല സ്ഥലം കൂടുതൽ ആവശ്യമെങ്കിൽ ടോട്ടലൊരു 80 സെൻറ്റിലാണ് ഈ ഒരു വീടും പരിസരവും നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക്
ആവശ്യമെങ്കിൽ നമുക്ക് ലാൻഡ് കൂടുതൽ വാങ്ങാം. ചുറ്റും ജാതിയും മാവും തെങ്ങും മറ്റ് ഔഷധ ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, നല്ല കിണർ വെള്ളം കിട്ടുന്ന, മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ ഒരു വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പാലക്കാട് നാഷണൽ ഹൈവേ എന്ന് പറയും. മണ്ണുത്തി പട്ടിക്കാട് മിഡിലായിട്ട് പാണഞ്ചേരി പഞ്ചായത്തിൽ ഹൈവേന്ന് ജസ്റ്റ് 1.5 കിലോമീറ്ററിലാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി എന്ന് പറയാം നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ സ്ഥലം കൂടുതൽ വാങ്ങാം, വീട് വാങ്ങാം. എന്തായാലും ഇത്തരത്തിൽ ഒരു വീട് നോക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണണം കേട്ടോ. അതായത് നിങ്ങളുടെ കൂടെ ഒന്നും കൂടിയും ഈ വീട് വന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.